മല്ലിപ്പൊടി ഇല്ലാതെ അയലക്കറി വെക്കുന്നതാണ്. ഞാൻ മല്ലിപ്പൊടി ചേർക്കാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കൊച്ചുള്ളി, കുറച്ച് ഇഞ്ചി ഇത്രയും നന്നായിട്ട് മിക്സിയിൽ വെച്ച് അരച്ചിട്ട് മഷി പോലെ അരച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇതിൽ മല്ലിപ്പൊടിയെ ചേർക്കാറില്ല. ഒരു 4 പീസ് പെണംപുളി അല്ലെങ്കിൽ കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർക്കും. ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല കുതിർന്ന് കിട്ടും. അപ്പോൾ പുളി രസം പെട്ടെന്ന് ഇറങ്ങും കറിയിലോട്ട്. അരച്ചപ്പോൾ ഞാൻ കല്ലുപ്പും കൂടെ കുറച്ചിട്ട് അരച്ചാൽ. നേരത്തെ ഞാൻ തേങ്ങയുടെ കാര്യം പറയാൻ വിട്ടുപോയി. തേങ്ങയുടെ കൂടെയാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി എല്ലാം ഇട്ട് അരയ്ക്കുന്നത്. കൊച്ചുള്ളി ഇട്ട് അരച്ചിട്ട് അതാണ് കടു പൊട്ടിച്ച് തിളപ്പിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ ഞാൻ ഒരു 4-5 പീസ് മുരിങ്ങക്കയും 2 പച്ചമുളകും കൂടെ ഇടുന്നു. നല്ല ടേസ്റ്റാണ് മുരിങ്ങക്ക വരുമ്പോഴേ. 4 വലിയ അയല എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ വറുക്കാനായിട്ട് തേച്ച് വെച്ചു. എന്നിട്ട് അതിൻ്റെ തലഭാഗം മാത്രമാണ് കറി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ചട്ടിയിൽ വെച്ചത്. അപ്പോൾ അതിൻ്റെ തലഭാഗം മാത്രമാകുമ്പോൾ ഒരു ചാറ് കറിയും കൂടി ആകുമല്ലോ ചോറിന്. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 4 എണ്ണയേ ഉള്ളൂ. ചെറുതീയിൽ കുറച്ച് നേരം ഇരുന്ന് വേകണം. അപ്പം നല്ല ടേസ്റ്റ് ആവും. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മല്ലിപ്പൊടി ഇടാതെ. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളവിടെ അടപ്പെടുത്ത് കുറച്ച് തുറന്ന് വെച്ച് അടച്ച് വെക്കണം. ഒരിച്ചിരി ചെറിയ തീയിൽ സിമ്മിലാക്കി വെക്കും. ഒരു 7 മിനിറ്റ്സ് തൊട്ട് ഒരു 10 മിനിറ്റ് വരെ. അപ്പം നല്ല അയലക്കറി റെഡിയാവും. 10 മിനിറ്റ് കഴിയുമ്പോൾ 7 തൊട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി തൂവി കൊടുക്കാം. ഇച്ചിരി ഉലുവാപ്പൊടിയും തൂവി കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കും. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി റെഡിയായി. ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കാം. നമ്മളെപ്പോഴും മീൻകറി വെക്കുമ്പോൾ കുറച്ച് നേരത്തെ വെക്കണം. അപ്പോൾ ഉച്ചയാകുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം തന്നെ വെച്ച് അപ്പം തന്നെ എടുക്കുന്നത് ടേസ്റ്റ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. മീൻ വറുത്തതും ഈ ഇതുപോലെ ഒരു തലയൊക്കെ കൂടെ ഇട്ട് ചെറിയ കറിയും ഒരു സാമ്പാറും ഉണ്ടെങ്കിൽ നന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റും നമുക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കും.